ചലച്ചിത്ര ലോകത്തെ വിവാഹമോചനങ്ങൾ തുടർക്കഥയാവുകയാണ്. ഇപ്പോഴിതാ സംഗീത സംവിധായകനും ഗായകനുമായ എ.ആർ. റഹ്മാനും ഭാര്യ സൈറയും വിവാഹമോചിതരാകുന്നു എന്ന വാർത്ത പുറത്തുവന്നിരിക്കുന്നത്. 1995 റഹ്മാനും സൈറയും വിവാഹിതരാകുന്നത്. ഇവരുടെ വിവാഹം തീർത്തും ലളിതമായ രീതിയിലായിരുന്നു. എന്നും മനസ്സിൽ കാത്തുസൂക്ഷിക്കുന്ന പ്രണയഗാനങ്ങൾക്ക് ഈണമിട്ട റഹ്മാന്റെ കല്യാണം തീർത്തും വീട്ടുകാർ തീരുമാനിച്ച രീതിയിലായിരുന്നു നടന്നത്. തന്റെ വിവാഹത്തെക്കുറിച്ച് ഒരു അഭിമുഖത്തിൽ താരം തന്നെ ഇക്കാര്യം പറയുന്നുണ്ട്. വീട്ടുകാർ ഉറപ്പിച്ചു നടത്തിയ വിവാഹമായിരുന്നു തന്റേത്. അമ്മയാണ് സൈറയെ കണ്ടെത്തിയത്. കല്യാണ സമയത്ത് സംഗീതവുമായി ബന്ധപ്പെട്ട് വലിയ തിരക്കിലായിരുന്നു. അതിനാൽ വിവാഹം പൂർണ്ണമായും വീട്ടുകാരുടെ ഇഷ്ടത്തിലായിരുന്നുവെന്നാണ് താരം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എ.ആർ. റഹ്മാന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചുള്ള കുട്ടിയെ ഉമ്മ കണ്ടെത്തുകയായിരുന്നു. സൈറയുടേത് ഗുജറാത്തി കുടുംബമാണ്. തന്റെ ജീവിതത്തിലെ വളർച്ചയും വീഴ്ചയും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കുട്ടിയെ മതിയെന്നായിരുന്നു എ.ആർ. റഹ്മാന്റെ ആവശ്യം. ചെന്നൈയിൽ 1994 സൈറയെ റഹ്മാന്റെ വീട്ടുകാർ കാണുന്നത്. യഥാർത്ഥത്തിൽ ആദ്യം സൈറ ബാനുവിന്റെ സഹോദരിയുടെ വിവാഹാലോചനയാണ് റഹ്മാന് വന്നത്. പക്ഷേ മൂത്ത സഹോദരി ഉണ്ടായിരുന്നതിനാൽ വീട്ടുകാർ സൈറയുടെ വിവാഹം തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ പിന്നീട് വിവാഹത്തിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ മതപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് പുറത്തുവന്ന എതിർപ്പുകൾ പരിഹരിച്ചായിരുന്നു വിവാഹം. സൈറയുടെ അഭിഭാഷക വന്ദന ഷായാണ് ഇരുവരും തമ്മിൽ വേർപിരിയുന്ന കാര്യം ആദ്യം അറിയിച്ചത്. ഇരുവരും തമ്മിലുള്ള വൈകാരിക സംഘർഷങ്ങൾ പരിഹരിക്കാൻ സാധിക്കുന്നില്ലെന്നാണ് പ്രസ്താവന. വർഷങ്ങളായുള്ള വിവാഹ ജീവിതത്തിനൊടുവിൽ എ.ആർ. റഹ്മാനുമൊത്തുമുള്ള വിവാഹമോചനം എന്ന ഏറെ പ്രയാസകരമായ തീരുമാനത്തിൽ സൈറ എത്തിയിരിക്കുകയാണ്. ഇരുവർക്കും ഇടയിലുള്ള വൈകാരിക ബന്ധത്തിലുണ്ടായ പ്രശ്നങ്ങൾക്കൊടുവിലാണ് ഇത്തരത്തിലൊരു തീരുമാനമുണ്ടായിരിക്കുന്നതെന്നും അഭിഭാഷക പറഞ്ഞു. പരസ്പരം സ്നേഹം നിലനിൽക്കുമ്പോഴും അടുക്കാനാകാത്ത വിധം അകന്നുപോയി എന്നാണ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുന്നത്. ഖദീജ, റഹീമ, അമീൻ എന്നിങ്ങനെ 3 കുട്ടികളാണ് റഹ്മാൻ സൈറ ദമ്പതികൾക്കുള്ളത്. അതേസമയം എ.ആർ. റഹ്മാനും ഈ വേർപിരിയൽ സംബന്ധിച്ച് പ്രതികരിച്ചിട്ടുണ്ട്. 30 വർഷം പൂർത്തിയാക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ എല്ലാത്തിനും അദൃശ്യമായ ഒരു അന്ത്യമുണ്ടെന്ന് തോന്നുന്നു. തകർന്ന ഹൃദയങ്ങളുടെ ഭാരത്താൽ ദൈവത്തിന്റെ സിംഹാസനം പോലും വിറപ്പിക്കും. എന്നിട്ടും ഈ തകർച്ചയിൽ ഞങ്ങൾ അർത്ഥം തേടുന്നു. തകർന്നത് കൂട്ടിയോജിപ്പിക്കാൻ സാധിച്ചില്ല. ഞങ്ങളുടെ സുഹൃത്തുക്കളോട് ഈ ദുർബലമായ അവസ്ഥയിലൂടെ ഞങ്ങൾ സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ ദയയ്ക്കും ഞങ്ങളുടെ സ്വകാര്യതയെ മാനിച്ചതിനും നന്ദിയെന്നാണ് റഹ്മാൻ എഴുതിയിരിക്കുന്നത്. ARR സൈറ ബ്രേക്കപ്പ് എന്ന ഹാഷ്ടാഗും റഹ്മാൻ നൽകിയിട്ടുണ്ട്. തന്റെ എക്സ് അക്കൗണ്ടിൽ എഴുതിയ കുറിപ്പിലൂടെയാണ് റഹ്മാൻ ഇത് വ്യക്തമാക്കുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.